ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ ആരും കമന്റ്സ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. സോ ഐ എം എ ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ്, ബട്ട് സ്റ്റിൽ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിന്റെ 4ാമത്തെ അധ്യായത്തിലേക്ക്, അതായത് ദ കീപ്പർ ഓഫ് ദ കീസ് എന്ന അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഡേഴ്സ്ലികളും ഹാരിയും കടലിന്റെ നടുവിലുള്ള ഒരു കുടിലിൽ താൽക്കാലിക താമസത്തിനായി പോകുന്നിടത്താണ്. അന്ന് രാത്രി അവരുടെ വാതിൽ ആരോ ശക്തമായി മുട്ടുകയും പിന്നീട് അത് തകർന്നു വീഴുന്നിടത്തുമാണ് കഥ അവസാനിച്ചത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ജംപ് ഇൻടു ദ സ്റ്റോറി. ദ കീപ്പർ ഓഫ് ദ കീസ്. വാതിൽ വീണ്ടും മുട്ടി. ഡഡ്ലി ഞെട്ടി ഉണർന്നു. തോക്കെവിടെ? അവൻ മണ്ടനെ പോലെ ചോദിച്ചു. പിന്നാലെ ഒരു ഇടിമുഴക്കമുണ്ടായി. അങ്കിൾ വെർണോൺ മുറിയിലേക്ക് ചാടി വന്നു. അയാളുടെ കൈകളിൽ ഒരു റൈഫിൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അയാൾ കൊണ്ടുവന്ന നീളമുള്ളതും നേർത്തതുമായ പാക്കേജിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അവർക്ക് മനസ്സിലായത്. ആരാവിടെ? അയാൾ അലറി. സൂക്ഷിച്ചോ, എന്റെ കയ്യിൽ തോക്കുണ്ട്. ഒരു ഇടവേള. പിന്നെ വാതിൽ കാതടപ്പിക്കുന്ന ഒരു ശബ്ദത്തോടെ തറയിൽ വീണു. ഒരു ഭീമാകാരനായ മനുഷ്യൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. നീളമുള്ള ഇഴചേർന്ന താടി അയാളുടെ മുഖം ഏതാണ്ട് പൂർണ്ണമായും മറച്ചിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകൾ നിങ്ങൾക്ക് കാണാം. മുടിയിഴകൾക്ക് കീഴിൽ കറുത്ത വണ്ടുകളെ പോലെ അത് തിളങ്ങുന്നു. ആ ഭീമൻ കുടിലിലേക്ക് ഞെരുങ്ങിക്കടന്നു. തല മേൽക്കൂരയിൽ മുട്ടുന്നു. അയാൾ കുനിഞ്ഞ് വാതിൽ കയ്യിലെടുത്തു. അതിന്റെ ഫ്രെയിമിൽ തിരികെ ഘടിപ്പിച്ചു. പുറത്തെ കൊടുങ്കാറ്റിന്റെ ശബ്ദം അല്പം കുറഞ്ഞു. അയാൾ മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കി. ആരെങ്കിലും ഒരു കപ്പ് ചായ ഉണ്ടാക്കി തരുമോ? യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അയാൾ ഡഡ്ലി മരവിച്ചിരുന്ന സോഫയ്ക്കടുത്തേക്ക് നടന്നു. എണീക്കട തടിയ, അപരിചിതൻ പറഞ്ഞു. ഡഡ്ലി ഞരങ്ങിക്കൊണ്ട് ഓടി വെർണോൺ അങ്കിളിന്റെ പിന്നിൽ പതുങ്ങിയിരുന്ന അമ്മയുടെ പിന്നിൽ ഒളിച്ചു. ഇതാ ഹാരി, ഭീമൻ പറഞ്ഞു. ഹാരി ആ ക്രൂരവും വന്യവും നിഴൽ നിറഞ്ഞതുമായ മുഖത്തേക്ക് നോക്കി. വണ്ടുപോലുള്ള കണ്ണുകൾ പുഞ്ചിരിക്കുന്നതായി അവൻ കണ്ടു. അവസാനം കണ്ടപ്പോൾ നീ വെറും ഒരു കുഞ്ഞായിരുന്നു, ഭീമൻ പറഞ്ഞു. നിന്നെ കാണാൻ അച്ഛനെ പോലുണ്ട്, പക്ഷേ കണ്ണുകൾ നിന്റെ അമ്മയുടേതാണ്. വെർണോൺ അങ്കിൾ ഒരു രസകരമായ ശബ്ദം പുറപ്പെടുവിച്ചു. സർ, നിങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, അയാൾ പറഞ്ഞു. നിങ്ങൾ ഇത് തകർക്കുകയും അകത്ത് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഓ, മിണ്ടാതിരിക്കൂ ഡേഴ്സ്ലി, യു ട്രൈഡ് റൂം, ഭീമൻ പറഞ്ഞു. അയാൾ സോഫയുടെ പിൻഭാഗത്ത് കൈനീട്ടി അങ്കിൾ വെർണോന്റെ കൈകളിൽ നിന്ന് തോക്ക് വലിച്ചെടുത്ത് അത് റബ്ബർ പോലെ നീട്ടി ചുരുട്ടി ഒരു കെട്ടിട്ട് മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞു. വെർണോൺ അങ്കിൾ ഒരു എലിയുടേതുപോലെ മറ്റൊരു ശബ്ദം പുറപ്പെടുവിച്ചു. എന്തായാലും ഹാരി, ഭീമൻ ഡേഴ്സ്ലികളിൽ നിന്ന് പുറം തിരിഞ്ഞു നിന്ന് പറഞ്ഞു. പിറന്നാൾ ആശംസകൾ. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ മുകളിൽ ഇരുന്നെന്ന് തോന്നുന്നു. എന്നാലും അതിന്റെ രുചിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. തന്റെ കറുത്ത ഓവർകോട്ടിന്റെ ഉള്ളിലെ പോക്കറ്റിൽ നിന്ന് അയാൾ ചെറുതായി ചതഞ്ഞ ഒരു പെട്ടി പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ ഹാരി അത് തുറന്നു. അകത്ത് ഒരു വലിയ സ്റ്റിക്കി ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു. അതിൽ പച്ച ഐസിങ്ങിൽ ഹാപ്പി ബർത്ത്ഡേ ഹാരി എന്ന് എഴുതിയിരുന്നു. ഹാരി ഭീമനെ നോക്കി. നന്ദി പറയാൻ അവൻ ഉദ്ദേശിച്ചെങ്കിലും പകരം പറഞ്ഞത് ആരാണ് നിങ്ങൾ എന്നാണ്. ഭീമൻ ചിരിച്ചു. ശരിയാണ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. ഹോഗ്വാർട്സിലെ താക്കോലിന്റെയും ഗ്രൗണ്ടിന്റെയും സൂക്ഷിപ്പുകാരനാണ് ഞാൻ, റൂബിയസ് ഹാഗ്രിഡ്. അയാൾ തന്റെ വലിയ കൈ നീട്ടി ഹാരിയുടെ കൈ മുഴുവൻ കുലുക്കി. അപ്പോൾ ആ ചായ എവിടെ? അയാൾ തന്റെ കൈ ഒരുമിച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും കടുപ്പമുള്ളത് തന്നാലും മതി. വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. ചുരുങ്ങിപ്പോയ പാക്കറ്റുകളുള്ള ഒഴിഞ്ഞ നെരിപ്പോടിലേക്ക് അയാളുടെ കണ്ണുകൾ പതിച്ചു. അയാൾ ഫയർ പ്ലേസിന് മുകളിൽ
കുനിഞ്ഞു. എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾ പിറകോട്ട് മാറിയപ്പോൾ അവിടെ ഒരു ആളിക്കത്തുന്ന തീയുണ്ടായിരുന്നു. കുടിലിൽ മിന്നുന്ന വെളിച്ചം നിറഞ്ഞു. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പോലെ ഒരു സുഖാനുഭൂതി ഹാരിക്ക് അനുഭവപ്പെട്ടു. ഭീമൻ വീണ്ടും സോഫയിലിരുന്നു. അത് അയാളുടെ ഭാരം താങ്ങാൻ വയ്യാതെ വളഞ്ഞു. അയാൾ കോട്ടിന്റെ പോക്കറ്റുകളിൽ നിന്ന് എല്ലാ തരം വസ്തുക്കളും പുറത്തെടുക്കാൻ തുടങ്ങി. ഒരു കോപ്പർ കെറ്റിൽ, ഒരു ചതഞ്ഞ സോസേജ് പാക്കറ്റ്, ഒരു പോക്ക്, ഒരു ടീപോട്ട്, നിരവധി മഗ്ഗുകൾ, ഒരു ആംബർ ബോട്ടിൽ. ചായ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അയാൾ അതിൽ നിന്ന് കുറച്ചു കുടിച്ചു. താമസിയാതെ കുടിലിൽ ശബ്ദവും മണവും നിറഞ്ഞു. ആരും അയാളെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പോക്കക്കാടിൽ നിന്ന് ആദ്യത്തെ 6 തടിച്ച ചെറുതായി കരിഞ്ഞ സോസേജുകൾ അയാൾ കൊടുത്തപ്പോൾ ഡെഡ്ലി ഒന്ന് പതറി. അങ്കിൾ വെർണൺ രൂക്ഷമായി പറഞ്ഞു, "അത് നിനക്ക് തരുന്ന ഒന്നും തുടരുത് ഡെഡ്ലി." ഭീമൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, "അത് കഴിച്ചതുകൊണ്ട് അവൻ ഇതിൽ കൂടുതൽ തടിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡേഴ്സ്ലി, വിഷമിക്കണ്ട." അയാൾ സോസേജുകൾ ഹാരിക്ക് കൈമാറി. വിശപ്പിന്റെ കാഠിന്യത്താൽ അവന് ഇത്രയും രുചിയുള്ള ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് തോന്നി. പക്ഷേ അവൻ ഇപ്പോഴും ഭീമനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവൻ തന്നെ ചോദിച്ചു, "ക്ഷമിക്കണം, പക്ഷേ നിങ്ങൾ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല." ഭീമൻ ചായ ഒരു കവിൾ കുടിച്ച് കൈയുടെ പിൻഭാഗം കൊണ്ട് വായ തുടച്ചു. "എന്നെ ഹാഗ്രിഡ് എന്ന് വിളിക്കൂ," അയാൾ പറഞ്ഞു. "അങ്ങനെയാണ് എല്ലാവരും വിളിക്കുന്നത്." "ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഹോഗ്വാർട്സിലെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. ഹോഗ്വാർട്സിനെ കുറിച്ച് നിനക്ക് എല്ലാം അറിയുമായിരിക്കും അല്ലേ?" "എനിക്കറിയില്ല," ഹാരി പറഞ്ഞു. ഹാഗ്രിഡ് ഞെട്ടിപ്പോയി. "സോറി," ഹാരി വേഗത്തിൽ പറഞ്ഞു. "സോറി?" ഹാഗ്രിഡ് അലറി. ഡേഴ്സ്ലി ദമ്പതികളുടെ നേരെ തിരിഞ്ഞു നോക്കി. അവർ വീണ്ടും നിഴലുകളിലേക്ക് ചുരുങ്ങി. "അവരാണ് സോറി പറയേണ്ടത്. നിനക്ക് കത്തുകൾ ലഭിക്കുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഹോഗ്വാർട്സിനെ കുറിച്ച് നിനക്കറിയില്ലെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിന്റെ മാതാപിതാക്കൾ ഇതെല്ലാം എവിടെ നിന്നാണ് പഠിച്ചതെന്ന് നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ?" "ഏതെല്ലാം?" ഹാരി നിഷ്കളങ്കമായി ചോദിച്ചു. "ഏതെല്ലാമെന്നോ?" ഹാഗ്രിഡ് വീണ്ടും ഞെട്ടി. "ഒരു നിമിഷം കാത്തിരിക്കൂ." അയാൾ ചാടി എഴുന്നേറ്റു. കോപത്തിൽ അയാൾ കുടിൽ മുഴുവൻ നിറഞ്ഞതുപോലെ തോന്നി. ഡേഴ്സ്ലി ദമ്പതികൾ മതിലിനോട് ചേർന്ന് പതുങ്ങി. "ഇതിന്റെ അർത്ഥം എന്താണ്?" അയാൾ ഡേഴ്സ്ലി ദമ്പതികൾക്ക് നേരെ ചീറി. "ഈ കുട്ടിക്ക്, ഇവന് ഒന്നിനെ കുറിച്ചും ഒന്നും അറിയില്ലേ?" ഹാരിക്ക് ഇതല്പം കടന്നുപോയതുപോലെ തോന്നി. "അവൻ സ്കൂളിൽ പോകുന്നുണ്ട്. അവന്റെ മാർക്കും മോശമായിരുന്നില്ല. എനിക്ക് കുറച്ചൊക്കെ അറിയാം," അവൻ പറഞ്ഞു. "എനിക്ക് കണക്കും മറ്റും ചെയ്യാൻ കഴിയും." പക്ഷെ ഹാഗ്രിഡ് കൈവീശിക്കൊണ്ട് പറഞ്ഞു, "നമ്മുടെ ലോകത്തെക്കുറിച്ച്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ ലോകം, എന്റെ ലോകം, നിന്റെ മാതാപിതാക്കളുടെ ലോകം." "ഏത് ലോകം?" ഹാഗ്രിഡ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പോലെ കാണപ്പെട്ടു. "ഡേഴ്സ്ലി!" അയാൾ ആർത്തു വിളിച്ചു. വളരെ വിളറിയിരുന്ന അങ്കിൾ വെർണോൺ എന്തോ മന്ത്രിച്ചു. ഹാഗ്രിഡ് ഹാരിയെ തുറിച്ചു നോക്കി. "പക്ഷെ നീ നിന്റെ അമ്മയും അച്ഛനെയും കുറിച്ചെങ്കിലും അറിഞ്ഞിരിക്കണമായിരുന്നു ഹാരി," അയാൾ പറഞ്ഞു. "അതായത് അവർ പ്രശസ്തരാണ്. നീ പ്രശസ്തനാണ്." "എന്ത്? എന്റെ അമ്മയും അച്ഛനും പ്രശസ്തരൊന്നുമല്ല." "അറിയില്ല? അതും നിനക്കറിയില്ല?" ഹാഗ്രിഡ് വിരലുകൾ ഓടിച്ചുകൊണ്ട് വിറയലോടെ ഹാരിയെ നോക്കി. "നീ എന്താണെന്ന് പോലും നിനക്കറിയില്ല?" അയാൾ ഒടുവിൽ ചോദിച്ചു. വെർണോൺ അങ്കിൾ പെട്ടെന്ന് തന്റെ ശബ്ദം കണ്ടെത്തി. "നിർത്ത്," അയാൾ ആജ്ഞാപിച്ചു. "ഇതിവിടെ നിർത്ത് സർ. അവനോട് ഒന്നിനെ കുറിച്ചും പറയേണ്ടതില്ല." വെർണോൺ ഡേഴ്സ്ലിയേക്കാൾ ധീരനായ ഒരാൾ പോലും ഹാഗ്രിഡിന്റെ ഇപ്പോൾ കാണിച്ച കോപാകുലമായ നോട്ടത്തിനു മുന്നിൽ സ്തബ്ധനായി നിൽക്കുമായിരുന്നു. ഹാഗ്രിഡ് സംസാരിക്കുമ്പോൾ അവന്റെ ഓരോ അക്ഷരവും കോപത്താൽ വിറച്ചു. "നീ അവനോട് ഒരിക്കലും പറഞ്ഞില്ലേ?"
ഡംബിൾഡോർ തന്ന കത്തിൽ എന്താണെന്ന് അവനോട് ഒരിക്കലും പറഞ്ഞില്ലേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഡംബിൾഡോർ അതവിടെ വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഡേഴ്സ്ലി, ഇത്രയും വർഷമായി നീ അത് അവനിൽ നിന്ന് മറച്ചുവെച്ചോ? എന്നിൽ നിന്ന് എന്താണ് മറച്ചുവെച്ചത്? ഹാരി ആകാംക്ഷയോടെ ചോദിച്ചു. നിർത്ത്, പറയരുതെന്ന് ഞാൻ പറഞ്ഞു, അങ്കിൾ വെർണോൺ പരിഭ്രാന്തിയോടെ വിളിച്ചു പറഞ്ഞു. പെറ്റൂണിയ അമ്മായി ഭയന്ന് വിറച്ചു. ഹാരി, നീ ഒരു മാന്ത്രികനാണ്. കുടിലിനുള്ളിൽ നിശബ്ദത പടർന്നു. കടലിന്റെയും കാറ്റിന്റെയും ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ എന്താണെന്ന് ഹാരി ശ്വാസം വിടാതെ ചോദിച്ചു. വ്യക്തമായും ഒരു മാന്ത്രികനാണ്, സോഫയിൽ പിന്നിലേക്ക് ഇരുന്നു കൊണ്ട് ഹാഗ്രിഡ് പറഞ്ഞു. അത് ഞരങ്ങി കൂടുതൽ താഴേക്ക് താഴ്ന്നു. എന്റെ അഭിപ്രായത്തിൽ നീ അല്പം പരിശീലനം നേടിക്കഴിഞ്ഞാൽ നല്ലൊരു മാന്ത്രികനായിത്തീരും. നിന്റേതുപോലെ ഒരു അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ നീ മറ്റെന്തായി തീരാനാണ്? നിന്റെ കത്ത് വായിക്കാൻ ഇപ്പോൾ സമയമായെന്ന് ഞാൻ കരുതുന്നു. മിസ്റ്റർ എച്ച് പോട്ടർ, ദ ഫ്ലോ, ഹട്ട് ഓൺ ദ റോക്ക്, ദ സീ എന്ന പേരിൽ മരതക പച്ച നിറത്തിൽ എഴുതിയ മഞ്ഞ കവർ എടുക്കാൻ ഹാരി ഒടുവിൽ കൈനീട്ടി. അവൻ കത്ത് പുറത്തെടുത്ത് ഇങ്ങനെ വായിച്ചു. ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിഷ്ക്രാഫ്റ്റ് ആൻഡ് വിസാഡ്രി, ഹെഡ്മാസ്റ്റർ ആൽബസ് ഡംബിൾഡോർ, ഓർഡർ ഓഫ് മെർലിൻ, ഫസ്റ്റ് ക്ലാസ്, ഗ്രാൻഡ് സോസറർ, ചീഫ് വാർലോക്ക്, സുപ്രീം മഗ്വംപ്, ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് വിസാർഡ്സ്. ഡിയർ മിസ്റ്റർ പോട്ടർ, ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിഷ്ക്രാഫ്റ്റ് ആൻഡ് വിസാഡ്രിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ആവശ്യമായ എല്ലാ പുസ്തകങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒരു ലിസ്റ്റ് ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. സെപ്റ്റംബർ 1 ക്ലാസുകൾ ആരംഭിക്കുന്നതായിരിക്കും. ജൂലൈ 31 മുൻപായി നിങ്ങളുടെ മൂങ്ങയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിശ്വസ്തയോടെ മിനർവ മക്ഗൊണാഗൽ, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ്. ഹാരിയുടെ തലയ്ക്കുള്ളിൽ ചോദ്യങ്ങൾ പടക്കങ്ങൾ പോലെ പൊട്ടിത്തെറിച്ചു. ആദ്യം ഏതാണ് ചോദിക്കേണ്ടതെന്ന് അവന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അവൻ ഇടറിക്കൊണ്ട് ചോദിച്ചു. അവർ എന്റെ ഏത് മൂങ്ങയാണ് കാത്തിരിക്കുന്നത്? ഗലോപ്പിൻ കോക്കോൺസ് ഇപ്പോഴാണ് ഓർത്തത്. ഒരു കുതിരവണ്ടിയിലെ കുതിരയെ ഇടിക്കുന്ന ശക്തിയോടെ നെറ്റിയിൽ കൈകൊണ്ട് ഇടിച്ചുകൊണ്ട് ഹാഗ്രിഡ് പറഞ്ഞു. തന്റെ ഓവർകോട്ടിനുള്ളിലെ മറ്റൊരു പോക്കറ്റിൽ നിന്ന് അയാൾ ഒരു ജീവനുള്ള മൂങ്ങയെ പുറത്തെടുത്തു. പിന്നീട് ഒരു നീണ്ട തൂലികയും ഒരു കടലാസ് ചുരുളും. നാവ് പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് അയാൾ ഒരു കുറിപ്പെഴുതി. ഹാരിക്ക് അത് വായിക്കാൻ കഴിഞ്ഞു. ഡിയർ മിസ്റ്റർ ഡംബിൾഡോർ, ഹാരിക്ക് അവന്റെ കത്ത് കൊടുത്തു. നാളെ അവന്റെ സാധനങ്ങൾ വാങ്ങാൻ അവനെ കൊണ്ടുപോകുന്നു. കാലാവസ്ഥ ഭയങ്കരമാണ്. നിങ്ങൾക്ക് സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാഗ്രിഡ്. ഹാഗ്രിഡ് കുറിപ്പ് ചുരുട്ടി മൂങ്ങയ്ക്ക് കൊടുത്തു. അത് അതിന്റെ കൊക്കിൽ മുറുകെ പിടിച്ചു. വാതിലിനടുത്തേക്ക് പോയി മൂങ്ങയെ അയാൾ കൊടുങ്കാറ്റിലേക്ക് പുറത്തേക്ക് എറിഞ്ഞു. ഇത് ടെലിഫോണിൽ സംസാരിക്കുന്നത് പോലെ സാധാരണമാണെന്ന് തോന്നുന്ന രീതിയിൽ അയാൾ തിരിച്ചു വന്ന് ഇരുന്നു. ഹാരി തന്റെ വായ തുറന്നിരിക്കുന്നതായി മനസ്സിലാക്കി വേഗം വായ അടച്ചു. ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഹാഗ്രിഡ് ചോദിച്ചു. പക്ഷെ ആ നിമിഷം അങ്കിൾ വെർണോൺ വിളറിയ മുഖത്തോടെ, പക്ഷെ വളരെ ദേഷ്യത്തോടെ തീ വെളിച്ചത്തിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ പോകുന്നില്ല. ഹാഗ്രിഡ് പിറുപിറുത്തു. നിന്നെപ്പോലൊരു മകൾ അവനെ തടയുന്നത് എനിക്കൊന്ന് കാണണം, അയാൾ പറഞ്ഞു. എന്ത്? ഹാരി താല്പര്യത്തോടെ ചോദിച്ചു. ഒരു മകൾ, ഹാഗ്രിഡ് പറഞ്ഞു. ഇവരെ പോലുള്ള മാന്ത്രികരല്ലാത്ത ആളുകളെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീമാകരന്മാരായ മകളുകളുടെ ഒരു കുടുംബത്തിൽ നീ വളർന്നത് നിന്റെ നിർഭാഗ്യമാണ്. ഇവനെ ഏറ്റെടുത്തപ്പോൾ ഈ വിഡ്ഢിത്തം നിർത്തുമെന്ന് ഞങ്ങൾ സത്യം ചെയ്തിരുന്നു, അങ്കിൾ വെർണോൺ പറഞ്ഞു. അവനെ ഇതൊന്നും അറിയിക്കില്ലെന്നും ഞങ്ങൾ സത്യം ചെയ്തു. ഈ മാന്ത്രികതയും മണ്ണാങ്കട്ടയും നിങ്ങൾക്കറിയാമായിരുന്നു? ഹാരി ചോദിച്ചു. ഞാൻ
ഒരു മാന്ത്രികനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അറിയാം, പെറ്റൂണിയ അമ്മായി പെട്ടെന്ന് തറപ്പിച്ചു പറഞ്ഞു. അറിയാം, തീർച്ചയായും ഞങ്ങൾക്കറിയാമായിരുന്നു. എന്റെ നശിച്ച സഹോദരി അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ നീ എങ്ങനെ അതാകാതിരിക്കും? അവൾക്കും ഇങ്ങനെ ഒരു കത്ത് കിട്ടി. പിന്നാലെ അവൾ അപ്രത്യക്ഷയായി. ആ സ്കൂളിലേക്ക് എല്ലാ അവധിക്കാലത്തും തവളകളെയും പോക്കറ്റുകളിൽ നിറച്ച് ചായക്കപ്പുകളെ എലികളാക്കി അവൾ വീട്ടിലേക്ക് വന്നു. അവൾ എങ്ങനെയാണെന്ന് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു വിചിത്ര. പക്ഷേ എന്റെ അമ്മയ്ക്കും അച്ഛനും അയ്യോ ഇത് ലില്ലിയുടേത്, അത് ലില്ലിയുടേത്. കുടുംബത്തിൽ ഒരു മന്ത്രവാദിനി ഉണ്ടെന്നതിൽ അവർ അഭിമാനിച്ചു. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ വാചാലയായി. വർഷങ്ങളായി ഇതെല്ലാം പറയാൻ അവൾ വെമ്പി നിന്നതായി തോന്നി. പിന്നെ അവൾ ആ പോട്ടറിനെ സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടി. എന്നിട്ട് പോയി വിവാഹം കഴിച്ച് നീയും ഉണ്ടായി. തീർച്ചയായും നീയും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അത്രയും വിചിത്രവും അത്രയും അസാധാരണവും. എന്നിട്ട് അവൾ പോയി സ്വയം കത്തി നശിച്ചു. നിന്നെ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഹാരി വല്ലാതെ തളർന്നുപോയി. അവന്റെ ശബ്ദം വീണ്ടെടുത്ത് അവൻ അവരോട് ചോദിച്ചു, കത്തി നശിച്ചെന്നോ? അവർ ഒരു കാർ അപകടത്തിൽ മരിച്ചുവെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? കാർ അപകടമോ? ഹാഗ്രിഡ് അലറി. ദേഷ്യത്തോടെ ഡേഴ്സ്ലികളുടെ നേരെ ചാടി. അവർ പേടിച്ച് മൂലയിലേക്ക് ഒതുങ്ങി. ലില്ലിയും ജെയിംസ് പോട്ടറും എങ്ങനെ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെടും? എന്തൊരാക്ഷേപം, എന്തൊരന്യായം! ഞങ്ങളുടെ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും ഇവന്റെ പേര് അറിയുമ്പോൾ ഹാരി പോട്ടറിന് സ്വന്തം കഥ പോലും അറിയില്ല. എന്തുകൊണ്ടാണ് എന്നെ എല്ലാരും അറിയുന്നത്? ഹാരി പൊടുന്നനെ ചോദിച്ചു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വിഷമത്തോടെയും സങ്കടത്തോടെയും ഹാഗ്രിഡ് പറഞ്ഞു. നിന്നെ കിട്ടാൻ പാടായിരിക്കുമെന്ന് ഡംബിൾഡോർ എന്നോട് പറഞ്ഞപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ഞാൻ അറിഞ്ഞില്ല. ഹാരി, ഇതൊക്കെ നിന്നോട് പറയാൻ ശരിയായ ആൾ ഞാനാണോ എന്നറിയില്ല. എന്നാലും ഇതറിയാതെ നിനക്ക് ഹോഗ്വാർട്സിലേക്ക് പോകാൻ കഴിയില്ല. അയാൾ ഡേഴ്സ്ലികളെ ഒരു രൂക്ഷമായ നോട്ടം നോക്കി. ശരി, എനിക്ക് പറയാൻ കഴിയുന്നത്ര നീ അറിയുന്നതാണ് നല്ലത്. അതെ, എനിക്ക് എല്ലാം പറയാൻ കഴിയില്ല. അതൊരു വലിയ നിഗൂഢതയാണ്. കുറച്ചു ഭാഗങ്ങൾ പറയാം. അയാൾ ഇരുന്നു. കുറച്ചു നിമിഷങ്ങൾ തീയിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് തുടങ്ങുന്നത് ഞാൻ കരുതുന്നു ആ വ്യക്തിയുടെ പേര്. പക്ഷെ നിനക്ക് അവന്റെ പേര് അറിയില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ലോകത്തിലെ എല്ലാവർക്കും ആ പേരറിയാം. ആരുടെ? ശരി, ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പേര് പറയില്ലായിരുന്നു. ആരും പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ഹാരി, ആളുകൾ ഇപ്പോഴും ഭയപ്പെടുന്നു. ബ്ലൈമി, ഇത് ബുദ്ധിമുട്ടാണ്. നോക്ക്, ഒരാൾക്ക് എത്ര മോശക്കാരനാകാൻ പറ്റുമോ അത്രയും മോശക്കാരനായ ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. മോശത്തേക്കാൾ മോശം. അവന്റെ പേര്... ഹാഗ്രിഡ് എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. നിങ്ങൾക്കത് എഴുതാൻ കഴിയുമോ? ഹാരി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇല്ല, എനിക്ക് സ്പെല്ലിംഗ് അറിയില്ല. ശരി, വോൾഡമോർട്ട്. ഹാഗ്രിഡ് വിറച്ചു. എന്നെ കൊണ്ട് വീണ്ടും അത് പറയിക്കരുത്. എന്തായാലും ഈ മാന്ത്രികൻ ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് അനുയായികളെ നോക്കാൻ തുടങ്ങി. കുറച്ചുപേരെ കിട്ടി. ചിലർ ഭയത്താലും ചിലർക്ക് അവന്റെ ശക്തിയിൽ നിന്ന് അല്പം ലഭിക്കാനും. കാരണം അവൻ സ്വയം ശക്തി നേടുകയായിരുന്നു. അതൊക്കെ ശരിക്കും ഇരുണ്ട ദിനങ്ങളായിരുന്നു ഹാരി. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നറിയില്ല. അപരിചിതരായ മാന്ത്രികന്മാരുമായോ മന്ത്രവാദിനികളുമായോ സൗഹൃദം സ്ഥാപിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഭയങ്കരമായ കാര്യങ്ങൾ സംഭവിച്ചു. അവൻ മറ്റുള്ളവരെ
അവൻ അവരെ കൊന്നു, ക്രൂരമായി. അവശേഷിക്കുന്ന ഒരേ ഒരു സുരക്ഷിത സ്ഥലം ഹോഗ്വാർട്സ് ആയിരുന്നു. ഡംബിൾഡോറിനെ മാത്രമേ ആ പേര് പറയപ്പെടാത്തവൻ ഭയപ്പെട്ടിരുന്നുള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. സ്കൂളിലേക്ക് കടക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ. ഇനി നിന്റെ അമ്മയും അച്ഛനും എനിക്കറിയാവുന്നതുപോലെ ഒരു മന്ത്രവാദിനിയും മാന്ത്രികനുമായിരുന്നു. അവരുടെ കാലത്ത് ഹോഗ്വാർട്സിലെ ഹെഡ് ബോയ് ആൻഡ് ഹെഡ് ഗേൾ യുനോഹു മുൻപ് ഒരിക്കലും അവരെ തന്റെ പക്ഷത്ത് നിർത്താൻ ശ്രമിച്ചിട്ടില്ലാത്തതിന്റെ കാരണം ഇന്നും നിഗൂഢതയാണ്. ഒരുപക്ഷെ അവർ ഡംബിൾഡോറിന്റെ അടുത്ത ആൾക്കാർ ആയതുകൊണ്ടാവും അവരെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ കരുതിയിരിക്കാം. ഒരുപക്ഷെ അവൻ അവരെ വഴിയിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരിക്കാം. പിന്നീട് എല്ലാവരും അറിയുന്നത് നിങ്ങളൊക്കെ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ 10 വർഷം മുമ്പ് ഒരു ഹാലോവിൻ ദിവസം അവൻ എത്തിച്ചേർന്നു. അന്ന് നിനക്ക് 1 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഹാഗ്രിഡ് പെട്ടെന്ന് വളരെ വൃത്തികെട്ടതും പുള്ളികളുമുള്ളതായ ഒരു തൂവാല പുറത്തെടുത്ത് ഉച്ചത്തിൽ മൂക്ക് ചീന്തി. ക്ഷമിക്കണം, അയാൾ പറഞ്ഞു. പക്ഷേ ഇത് വളരെ സങ്കടകരമാണ്. നിന്റെ അമ്മയെയും അച്ഛനെയും പോലെ നല്ല ആളുകളെ ഇനി കണ്ടെത്താൻ കഴിയില്ല. എന്തായാലും യുനോഹു അവരെ കൊന്നു. പിന്നെ ഇതാണിതിലെ യഥാർത്ഥ രഹസ്യം. അവൻ നിന്നെയും കൊല്ലാൻ ശ്രമിച്ചു. എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയാവും. അല്ലെങ്കിൽ അപ്പോഴേക്കും അയാൾ കൊലപാതകം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരിക്കാം. പക്ഷെ അയാൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ശക്തമായ ഒരു ദുഷ്ടശാപം നിന്നെ സ്പർശിച്ചത് കൊണ്ടാണ് അത് നടന്നത്. ആ ശാപം നിന്റെ അമ്മയെയും അച്ഛനെയും വീടിനെയും പോലും ബാധിച്ചു. പക്ഷേ അത് നിന്നെ ബാധിച്ചില്ല. അതുകൊണ്ടാണ് നീ പ്രശസ്തനായത് ഹാരി. അവൻ കൊല്ലാൻ തീരുമാനിച്ച ആരും ജീവിച്ചിരുന്നില്ല, നീയല്ലാതെ മറ്റാരും. അവൻ ആ സമയത്തെ ഏറ്റവും മികച്ച മന്ത്രവാദിനികളെയും മാന്ത്രികരെയും കൊന്നു. ദ മാക്കിനോൺസ്, ദ ബോൺസ്, ദ പ്രീവർസ്. നീ ഒരു കുഞ്ഞു മാത്രമായിരുന്നു, എന്നിട്ടും നീ അതിജീവിച്ചു. ഹാരിയുടെ മനസ്സിൽ വളരെ വേദനാജനകമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഹാഗ്രിഡിന്റെ കഥ അവസാനിക്കുമ്പോൾ അവൻ വീണ്ടും അന്ധത പരത്തുന്ന ആ പച്ച വെളിച്ചം കണ്ടു. മുമ്പൊരിക്കലും ഓർമ്മിച്ചിട്ടില്ലാത്തത്ര വ്യക്തമായി. ജീവിതത്തിൽ ആദ്യമായി അവൻ ഒരു കാര്യം കൂടി ഓർമ്മയിൽ തെളിഞ്ഞു. ഒരു ഉച്ചത്തിലുള്ള നിർവികാരമായ ക്രൂരമായ ചിരി. ഹാഗ്രിഡ് സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഡംബിൾഡോറിന്റെ കൽപ്പന പ്രകാരം ഞാൻ തന്നെയാണ് ആ തകർന്ന വീട്ടിൽ നിന്ന് നിന്നെ എടുത്തുകൊണ്ടുവന്നത്. ഇവിടെ ഈ ആൾക്കാരുടെ അടുത്ത് കൊടുത്തു. ഒരു അളിഞ്ഞ കഥ, അങ്കിൾ വെർണോൺ പറഞ്ഞു. ഹാരി ചാടി എഴുന്നേറ്റു. ഡേഴ്സ്ലി കുടുംബം അവിടെ ഉണ്ടെന്ന് അവൻ മറന്നുപോയിരുന്നു. അങ്കിൾ വെർണോൺ ധൈര്യം വീണ്ടെടുത്തതായി തോന്നി. അയാൾ ഹാഗ്രിഡിനെ തുറിച്ചു നോക്കുകയായിരുന്നു. അയാളുടെ മുഷ്ടികൾ ചുരുട്ടി മുറുകെ പിടിച്ചിരുന്നു. ചെക്ക, നീ ഇത് ശ്രദ്ധിച്ചു കേട്ടോ, അയാൾ അമറി. നിന്നിൽ എന്തോ വിചിത്രമായ ഒന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഒരു പക്ഷേ ഒരു നല്ല അടി കൊണ്ട് അത് ശരിയാക്കാൻ പറ്റും. നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നീ ഇപ്പോൾ കേട്ടതെല്ലാം ശരിയാണ്. അവർ വിചിത്രന്മാരായിരുന്നു, അത് നിഷേധിക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അവരില്ലാതെ ലോകം തന്നെ നന്നായിരിക്കും. അവർക്കർഹിച്ചത് അവർക്ക് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ. ഈ മാന്ത്രിക തരങ്ങളുമായി ഇടപഴകിയാൽ അവർ ഇങ്ങനൊരു വൃത്തികെട്ട അന്ത്യത്തിലെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ആ നിമിഷം ഹാഗ്രിഡ് സോഫയിൽ നിന്ന് ചാടി തന്റെ കോട്ടിനുള്ളിൽ നിന്ന് ഒരു തകർന്ന പിങ്ക് കുട പുറത്തെടുത്തു. അതൊരു വാളിന്റെ രൂപത്തിൽ അങ്കിൾ വെർണോണിന് നേരെ ചൂണ്ടി അയാൾ പറഞ്ഞു. ഇനി നീ ഒരക്ഷരം പറഞ്ഞാൽ ഡേഴ്സ്ലി, ഞാൻ നിനക്ക് വാണിംഗ് നൽകുന്നു. ഒരു വാക്ക് കൂടി. താടിയുള്ള ഈ ഭീമൻ കുടയുടെ അറ്റത്ത് തന്നെ തറപ്പിച്ചേക്കാമെന്ന ഭയത്തിൽ അങ്കിൾ വെർണോണിന്റെ ധൈര്യം വീണ്ടും ചോർന്നു. അയാൾ ചുമരിനോട് ചാരി നിന്ന് നിശബ്ദനായി. അതാണ് നിനക്ക് നല്ലത്, ഹാഗ്രിഡ് പറഞ്ഞു. ശ്വാസം എടുത്തുകൊണ്ട് സോഫയിൽ ഇരുന്നു. ഇത്തവണ അത് തറയിലേക്ക് തന്നെ മുട്ടി.
അതേസമയം ഹാരിക്ക് ഇനിയും 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സോറി, യു നോ ഹൂവിന് എന്താണ് സംഭവിച്ചത്? നല്ല ചോദ്യം ഹാരി. അവൻ അപ്രത്യക്ഷനായി. നിന്നെ കൊല്ലാൻ ശ്രമിച്ച ആ രാത്രിയിൽ തന്നെ. അത് നിന്നെ കൂടുതൽ പ്രശസ്തനാക്കി. അതാണ് ഏറ്റവും വലിയ രഹസ്യം. നോക്ക്, അവൻ കൂടുതൽ ശക്തനാകുകയായിരുന്നു. പിന്നെ എന്തിനായിരിക്കാം അവൻ പോയത്? ചിലർ പറയുന്നു അവൻ മരിച്ചു എന്ന്. എന്റെ അഭിപ്രായത്തിൽ മരിക്കാൻ ആവശ്യമായ മനുഷ്യത്വം അവന് ബാക്കിയുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർ പറയുന്നു അവൻ ഇപ്പോഴും പുറത്തുണ്ടെന്നും സമയം കാത്തിരിക്കുകയാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. അവന്റെ പക്ഷത്തുണ്ടായിരുന്ന ആളുകൾ നമ്മുടേതിലേക്ക് മടങ്ങി. അവരിൽ ചിലർ ഒരു തരം മയക്കത്തിൽ നിന്ന് പുറത്തു വന്നു. അവൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നമ്മളിൽ മിക്കവരും കരുതുന്നത് അവൻ ഇപ്പോഴും എവിടെയോ ഉണ്ടെന്നും അവന്റെ ശക്തികൾ നഷ്ടപ്പെട്ടുവെന്നും വളരെ ദുർബലനാണെന്നുമാണ്. കാരണം നിന്നിൽ നിന്നുള്ള എന്തോ ഒന്ന് അവനെ അവസാനിപ്പിച്ചു. ഹാരി, ആ രാത്രിയിൽ അവൻ പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് നടന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ നിന്നിലുള്ള എന്തോ ഒന്ന് അവനെ തകർത്തു. അത്ര തന്നെ. ഹാഗ്രിഡ് ഹാരിയെ കണ്ണുകളിൽ ജ്വലിക്കുന്ന ഊഷ്മളതയും ബഹുമാനവും കൊണ്ട് നോക്കി. പക്ഷേ ഹാരിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നതിനു പകരം ഒരു ഭയാനകമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായും തോന്നി. ഒരു മാന്ത്രികനോ? അവൻ എങ്ങനെ അതാകും? ഡഡ്ലിയുടെ ചൂഷണത്തിനും പെറ്റൂണിയ അമ്മായിയുടെയും വെർണോൺ അങ്കിളിന്റെയും പീഡനത്തിനും വിധേയനായി അവൻ ജീവിതം ചിലവഴിച്ചു. അവൻ ശരിക്കും ഒരു മാന്ത്രികനാണെങ്കിൽ അവനെ അലമാരയിൽ പൂട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തുകൊണ്ട് അവരെ പുഴുത്ത തവളകളാക്കി മാറ്റാൻ പറ്റിയില്ല? ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികനെ അവൻ ഒരിക്കൽ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ ഡഡ്ലിക്ക് എങ്ങനെ അവനെ ഒരു ഫുട്ബോൾ പോലെ ചവിട്ടാൻ കഴിഞ്ഞു? ഹാഗ്രിഡ് അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാകാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു മാന്ത്രികനാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഹാഗ്രിഡ് അത്ഭുതത്തോടെ ചിരിച്ചു. ഒരു മാന്ത്രികനല്ലേ? നീ പേടിച്ചപ്പോഴോ ദേഷ്യപ്പെട്ടപ്പോഴോ ഒന്നും അസ്വാഭാവികമായി ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലേ? ഹാരി തീയിലേക്ക് നോക്കി. ഇപ്പോൾ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവൻ ദേഷ്യത്തിലോ വിഷമത്തിലോ ആയിരുന്നപ്പോൾ തന്റെ അമ്മായിയെയും അമ്മാവനെയും ആശങ്കയിലാഴ്ത്തിയ എല്ലാ വിചിത്രമായ കാര്യങ്ങളും അവൻ ഓർത്തു. ഡഡ്ലിയുടെ സംഘം ഹാരിയെ പിന്തുടർന്നപ്പോൾ എങ്ങനെയോ അവൻ അവരുടെ കയ്യെത്താത്ത ദൂരത്തെത്തി. ആ ചിരിപ്പിക്കുന്ന ഹെയർ കട്ടുമായി സ്കൂളിൽ പോകാൻ ഭയന്നപ്പോൾ അത് വീണ്ടും വളർത്താൻ അവന് കഴിഞ്ഞു. അവസാനമായി ഡഡ്ലി അവനെ അടിച്ചപ്പോൾ താൻ അത് ചെയ്യുന്നുവെന്ന് പോലും തിരിച്ചറിയാതെ അവൻ പ്രതികാരം ചെയ്തില്ലേ? അവൻ ഡഡ്ലിയുടെ മേൽ ഒരു ബോവ കോൺസ്ട്രക്ടറിനെ കയറ്റിയില്ലേ? ഹാരി പുഞ്ചിരിച്ചുകൊണ്ട് ഹാഗ്രിഡിനെ തിരിഞ്ഞു നോക്കി. ഹാഗ്രിഡ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായി അവൻ കണ്ടു. മനസ്സിലായില്ലേ? ഹാഗ്രിഡ് ചോദിച്ചു. ഹാരി പോട്ടർ ഒരു മാന്ത്രികനല്ല അല്ലേ? കാത്തിരിക്കൂ, ഹോഗ്വാർട്സിൽ നീ വളരെ പ്രശസ്തനാകും. പക്ഷേ അങ്കിൾ വെർണോൺ വഴങ്ങാൻ പോകുന്നില്ലായിരുന്നു. അവൻ പോകുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അയാൾ അസ്വസ്ഥതയോടെ തുടങ്ങി. അവൻ സ്റ്റോൺ വാൾ ഹൈയിലേക്ക് പോകുകയാണ്. അതാണ് അവന് നല്ലത്. ഞാൻ ആ കത്തുകൾ വായിച്ചിട്ടുണ്ട്. അവന് എല്ലാ തരം പൊട്ടത്തരങ്ങളും ആവശ്യമാണ്. മന്ത്രവാദ പുസ്തകങ്ങളും വടികളും. അവന് പോകണമെങ്കിൽ നിന്നെപ്പോലുള്ള ഒരു മകളിന് അവനെ തടയാൻ കഴിയില്ല. ഹാഗ്രിഡ് ചീറ്റി. ലില്ലിയുടെയും ജെയിംസ് പോട്ടറിന്റെയും മകനെ ഹോഗ്വാർട്സിൽ പോകുന്നത് തടയാനോ? നീ മണ്ടനാണ്. അവൻ ജനിച്ചതു മുതൽ അവന്റെ പേര് പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മന്ത്രവാദത്തിന്റെയും മാന്ത്രിക വിദ്യയുടെയും സ്കൂളിലേക്കാണ് അവൻ പോകുന്നത്. 7 വർഷം അവിടെ കഴിയും. അവൻ സ്വന്തം തരത്തിലുള്ള കുട്ടികളോടൊപ്പം ഉണ്ടാകും. കൂടാതെ ഹോഗ്വാർട്സ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച ഹെഡ് മാസ്റ്ററായ ആൽബസ് ഡംബിൾഡോറിന്റെ കീഴിലായിരിക്കും അവൻ. മാജിക് ട്രിക്സ് പഠിക്കാൻ ഞാൻ ഒരു ഭ്രാന്തൻ വയസ്സനും പണം നൽകാൻ പോകുന്നില്ല.
വെർണോൺ അങ്കിൾ അലറി. എന്നാൽ ഇത്തവണ അത് അയാളുടെ പിടിവിട്ടുപോയി. ഹാഗ്രിഡ് തന്റെ കുട പിടിച്ച് വെർണണിന്റെ തലയിൽ ചുഴറ്റി. ഒരിക്കലും, അയാൾ മുരണ്ടു, എന്റെ മുന്നിൽ വെച്ച് ആൽബസ് ഡംബിൾഡോറിനെ അപമാനിക്കരുത്. അയാൾ കുട വായുവിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് ഡഡ്ലിയുടെ നേരെ ചൂണ്ടി. വയലറ്റ് വെളിച്ചത്തിന്റെ ഒരു മിന്നൽ, ഒരു പടക്കം പൊട്ടുന്നത് പോലുള്ള ഒരു ശബ്ദം, ഒരു അലർച്ച. അടുത്ത നിമിഷം ഡഡ്ലി തന്റെ തടിച്ച അടിഭാഗത്ത് കൈകൾ ചേർത്തു പിടിച്ച് വേദന കൊണ്ട് അലറി നൃത്തം ചെയ്യുകയായിരുന്നു. അവൻ തിരിഞ്ഞു നിന്നപ്പോൾ ഡഡ്ലിയുടെ ട്രൗസറിലെ ഒരു ദ്വാരത്തിലൂടെ ഒരു ചുരുണ്ട പന്നിയുടെ വാൽ തുളച്ചു പുറത്തു വരുന്നത് ഹാഗ്രിഡ് തന്റെ കുടയിലേക്ക് നോക്കി താടിയിൽ തലോടി. എന്റെ ദേഷ്യം അടക്കണമായിരുന്നു, അയാൾ ദുഃഖത്തോടെ പറഞ്ഞു. പക്ഷെ അത് എന്തായാലും വിജയിച്ചില്ല. അവനെ ഒരു പന്നിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ അവനൊരു പന്നി പോലെ തന്നെയാണുള്ളത്, കൂടുതലായൊന്നും ചെയ്യാനില്ല. അയാൾ ഹാരിയെ ഒരു കള്ളനോട്ടം നോക്കി. ഹോഗ്വാർട്സിൽ ആരോടും നീ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവനായിരിക്കും, അയാൾ കൂട്ടിച്ചേർത്തു. ഞാൻ മാജിക് ചെയ്യാൻ പാടില്ലായിരുന്നു, വിലക്കുണ്ട്. നിന്നെ പിന്തുടരാനും കത്തുകൾ നൽകാനും വേണ്ടി കുറച്ച് ഉപയോഗിക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാജിക് ചെയ്യാൻ അനുവാദമില്ലാത്തത്? ഹാരി ചോദിച്ചു. ഓ വെൽ, ഞാൻ ഹോഗ്വാർട്സിൽ തന്നെയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എന്നെ പുറത്താക്കി. 3-ാമത്തെ വർഷം എന്റെ വടി പൊട്ടിച്ച് 2ആക്കി, എല്ലാം പിടിച്ചെടുത്തു. പക്ഷേ ഡംബിൾഡോർ എന്നെ ഗെയിം കീപ്പറായി തുടരാൻ അനുവദിച്ചു. മഹാനായ മനുഷ്യൻ ഡംബിൾഡോർ. എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയത്? നേരം വളരെ വൈകി, നമുക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഹാഗ്രിഡ് ഉറക്കെ പറഞ്ഞു. എഴുന്നേറ്റ് ടൗണിലേക്ക് പോകണം, നിന്റെ എല്ലാ പുസ്തകങ്ങളും സാധനങ്ങളും വാങ്ങണം. ഹാഗ്രിഡ് തന്റെ കട്ടിയുള്ള കറുത്ത കോട്ട് അഴിച്ചുമാറ്റി ഹാരിക്ക് കൊടുത്തു. നിനക്ക് അതിനടിയിൽ കിടക്കാം, അയാൾ പറഞ്ഞു. അതല്പം പിടക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, പോക്കറ്റിൽ ഇപ്പോഴും 2 എലികൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 4-ാമത്തെ അധ്യായമായ ദ കീപ്പർ ഓഫ് ദ കീസ് ഇവിടെ അവസാനിച്ചു. പുതിയൊരു അധ്യായവുമായി വരുന്നതുവരെ എല്ലാവരും take care, stay healthy, stay safe. Thank you.